തരുണിനെയും വേദയെയും കുടുംബത്തെയും വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ദേവരാജ്. സേതുലക്ഷ്മിയാവട്ടെ വേദയെ ചതിക്കുന്നു. പവിത്രൻ 2 ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ ജോലി കഴിഞ്ഞു വന്ന് സേതുലക്ഷ്മിയുമായി സംസാരിക്കുന്നതാണ് കാണുന്നത്. അമ്മേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഗൗരിമോളും തരുണും ഇപ്പോൾ വല്ലാതെ അങ്ങ് അടുത്തിരിക്കുവാണ്. പറയേണ്ട സമയത്ത് ഞാൻ എല്ലാം തുറന്നു പറയണമായിരുന്നു. ഇത് എൻ്റെ മോളെ കൂടെ ഞാൻ ചതിക്കുമല്ലേ? ഒരിക്കലുമില്ല മോളെ. ആ സമയത്ത് നിനക്കും മോൾക്കും ഒറ്റയ്ക്ക് കഴിയുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലായിരുന്നു. എന്നാൽ ഇന്ന് നീ ഒരു ഉയർന്ന പോസ്റ്റിലാണ്. ഇനി നിനക്കെല്ലാം എൻ്റെ മകൻ തരുണിനോട് തുറന്നു പറയും. അങ്ങനെയെല്ലാം സംസാരിക്കുന്നതിനിടയിലാണ് ഗൗരിമോൾ ഓടി വരുന്നത്. അച്ഛമ്മേ, നമുക്ക് മാളിലേക്ക് പോകാം. അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. ഞാനില്ല മോളെ, നിങ്ങൾ പോയിക്കോളൂ. ഒട്ടും സമ്മതിക്കാതെ ഗൗരിമോളും അവരെല്ലാവരും കൂടെ മാളിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും കുടുംബത്തെയുമാണ്. വിഷന്റെ മകൾ ക്ലാസ് കഴിഞ്ഞ് വരുവാണ് വീട്ടിലേക്ക്. വിക്രമിനെ കാണാൻ തിടുക്കപ്പെട്ടാണ് അപ്പുമോൾ വരുന്നത്. അങ്ങനെ വിക്രമിനെ കണ്ടതും കെട്ടിപ്പിടിക്കുന്നതും സംസാരിക്കുന്നതെല്ലാം കാണാം. ഒരു മിടുമിടുക്കി മോളാണ് കേട്ടോ അവൾ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തരുണും കുടുംബവും വരുന്ന കാറിൽ വണ്ടി ഇടിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ദേവരാജ്. ആ സമയം വണ്ടിയിലിരുന്നിട്ട് ആവട്ടെ മാളിലെ വിശേഷങ്ങളെല്ലാം ഗൗരിമോൾ പറയും. ആ സമയത്താണ് ഗ്ലാസ്സിലൂടെ തരുൺ നോട്ടീസ് ചെയ്യുന്നത് 2 വണ്ടികൾ ഫോളോ ചെയ്യുന്നതെല്ലാം. അതിലെ ഒരു വണ്ടി ഇവരുടെ കാറിനെ ഇടിക്കുകയും കുഞ്ഞിന് ചെറുതായി തലയ്ക്ക് മുറിയാകുന്നു. പെട്ടെന്ന് തന്നെ ബോധം പോയിട്ട് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കുഞ്ഞിനെയും ഹോസ്പിറ്റലാക്കി തരുൺ നേരെ പോകുന്നത് ദേവരാജിന്റെ അടുത്തേക്കാണ്. ദേവരാജും ഭാര്യയും കുഞ്ഞുമെല്ലാം കിടന്നുറങ്ങുന്ന ഒരു സമയമായിരുന്നു അത്. അവിടേക്ക് തരുൺ എത്തുകയാണ്. ദേവരാജിന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം പേടിക്കുന്നുണ്ട്. തരുൺ പറയാണ്, എൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത്. കളിച്ചാൽ ഞാനല്ലാതെ ആകും. എന്നെക്കുറിച്ച് ഡൽഹിയിൽ ചോദിച്ചാൽ മതി. ഒരുപാട് ബന്ധമുള്ളതല്ലേ ദേവരാജിന്. അങ്ങനെ ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് തിരിച്ച് തരുൺ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. തരുണിനെ കാണാതെ ഹോസ്പിറ്റലിൽ കരയുന്ന ഗൗരിമോളെയാണ് കേട്ടോ കാണിക്കുന്നത്. വേദയ്ക്കാവട്ടെ ആകെ സങ്കടമാവുന്നുണ്ട്. മോളുടെ ഒരു സൈഡിലുള്ള കരച്ചിലും പിന്നെ തരുണിനെ അത്രയും ഇഷ്ടമാണ് ഗൗരിമോൾക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഗൗരിമോൾ ഒരു പിടിക്കും വിട്ടുകൊടുക്കുന്നില്ല. തരുണിനെ കാണണം എന്ന് പറഞ്ഞ് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് തരുൺ എത്തുകയാണ് കേട്ടോ. പിന്നീട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയം തരുണാണ് കുഞ്ഞിനെ എടുക്കുന്നതെല്ലാം. അങ്ങനെ തരുൺ റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. ആ സമയത്ത് സേതുലക്ഷ്മി വന്നിട്ട് വേദയോട് പറയാണ്, ഇനി അവിടെ കിടക്കട്ടെ മോള്. അമ്മേ, എനിക്ക് പേടിയാകുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതിനെന്താ, തരുണിനോടെല്ലാം പറയാം. തരുണ് മാത്രമല്ല, മോള് കണ്ടില്ലേ ഇന്ന് തരുണിനെ കാണാതെ എത്രമാത്രം വിഷമിച്ചു. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല അമ്മേ. ഇപ്പൊ അതൊന്നും ഓർക്കണ്ട, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോളുടെ സങ്കടം മാറിയില്ലേ തരുണിനെ കണ്ടപ്പോൾ? അത് മാത്രം ചിന്തിച്ച് ആശ്വാസപ്പെട്ടാൽ മതി. അങ്ങനെ വേദ റൂമിലേക്ക് പോവാണ്. ആ സമയം വേദയുടെ ബാഗും ഫോണും എല്ലാം സേതുലക്ഷ്മിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഓർത്ത് സേതുലക്ഷ്മി അവിടെ സെറ്റിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് വേദയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. അത് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ ആയിരുന്നു. ആ ഫോൺ വേദയ്ക്ക് കൊടുക്കാതെ സേതുലക്ഷ്മി അതെടുത്ത് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് ശങ്കരനാരായണൻ പറയാണ്, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി. ഇനി ഈ ഒളിമറവ് വേണോ മോളെ? നിനക്കിങ്ങോട്ട് വരാലോ ഇതെല്ലാം കേട്ട് സേതുലക്ഷ്മി മിണ്ടാതെ ഫോണും ചെവിയിൽ വെച്ചിരിക്കുകയാണ്. നീ എന്താ ഒന്നും പറയാത്ത എന്ന ചോദ്യത്തിൽ സേതുലക്ഷ്മി പറയാണ്, ഇത് വേദയല്ല. വേദ ഇപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ഫോണിലേക്ക് വിളിച്ച് ശല്യം ചെയ്യണോ? എൻ്റെ മകൻ്റെ ഭാര്യയാണ് വേദയും. അതുപോലെ എൻ്റെ മകൻ്റെ കുഞ്ഞ് വേദയ്ക്ക് സ്വന്തം മോളെ പോലെയാണ്. അല്ല കുഞ്ഞ്, അതെ വേദയുടെ കുഞ്ഞ് മരിച്ചു പോയില്ലേ? ആ സമയത്ത് എൻ്റെ മോൻ്റെ കുഞ്ഞായിരുന്നു വേദയ്ക്കൊരു ആശ്വാസം. ഇപ്പോൾ അവർ നല്ല രീതിയിലാണ് കഴിയുന്നത്. അതുകൊണ്ട് ഇനി പഴയ കാര്യങ്ങളെല്ലാം വേദയെ ഓർമ്മിപ്പിക്കണോ? അവൾ പുതിയൊരു ജീവിതത്തിലാണ് എന്നെല്ലാം കള്ളം പറയാണ് കേട്ടോ സേതുലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ പുറത്തേക്ക് പോവുകയാണ് വിക്രം. ബാഗും കൂടെ ഉണ്ട് കേട്ടോ വിക്രമിൻ്റെ കയ്യിൽ. ആ സമയത്താണ് ഒരു ചെക്കിങ് വരുന്നത്. ആ ചെക്കിങ് ആവട്ടെ ചെയ്യുന്നത് ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് സാബു പോലീസായിരുന്നു കേട്ടോ. വിക്രമിനെ ആ സമയത്ത് അവിടെ വെച്ച് ആകെ നാണം കെടുത്തുന്നുണ്ട്. ഷർട്ടെല്ലാം ഊരി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ആളുകളോട് പറയുന്നുണ്ട്, ഇവൻ ഇത്രയും കാലം ജയിലിലായിരുന്നു, അച്ഛൻ്റെ ബാഗിൽ ലഹരിയും മറ്റും വെച്ചിട്ടൊക്കെയാണ് ഇവനെ പിടിച്ചിരുന്നത് എന്നെല്ലാം മോശമായിട്ടൊക്കെ വിക്രമിനെ കുറിച്ച് ആ റോഡിൽ വെച്ച് പറയാണ് കേട്ടോ സാബു. പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് വിക്രം. പിന്നീട് കാണിക്കുന്നത് വേദയെയും വേദയുടെ ഫ്രണ്ട് ശ്രേയയുമാണ്. ഓരോ ദിവസം കഴിയുന്തോറും തരുണും മോളും തമ്മിലുള്ള ബന്ധം കൂടിക്കൂടി വരുവാണ് ശ്രേയ. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോകുവാണ്. നീ ആയിട്ടത് പറയാൻ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും തരുണിൻ്റെ അമ്മ പറയട്ടെ തരുണിനോട്. അന്നുണ്ടായത് ഒന്നുപോലും വിടാതെ. തരുൺ പക്ഷെ അത് അംഗീകരിക്കോ? അല്ലാതെ ഇപ്പോൾ വേറെ എന്താ വഴി? നീ മോളോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അവൾക്കൊരച്ഛനുണ്ടെന്നും ആൾ മറ്റൊരു സ്ഥലത്താണെന്നും എല്ലാം പറഞ്ഞ് മോളെ ബോധ്യപ്പെടുത്തണം. പക്ഷേ ശ്രേയ, ആദ്യം
മോൾ അറിയുന്നതിന് മുമ്പ് വിക്രം അറിയണം ഇങ്ങനൊരു കുഞ്ഞുണ്ട് വിക്രമിന് എന്നുള്ളത്. കരുതുന്നത് തിരുവനന്തപുരം വരെ പോയി വിക്രമിനെ കണ്ടാലോ എന്നാണ്. അങ്ങനെ നിന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നീ പോയി വിക്രമിനെ കാണണം. ആ സമയത്താണ് സേതുലക്ഷ്മി അവിടേക്ക് ചായയുമായി വരുന്നത് കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ദയ പറയാണ് അതൊരു ഒഫീഷ്യലായിട്ടുള്ള എന്തോ കാര്യമാണ്, വേദയ്ക്ക് പോകാനുണ്ടത്രയെന്ന്. എന്നാൽ വേദ അത് തിരുത്തി പറയുന്നുണ്ട്. എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? ഞാൻ വിക്രമിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകുന്ന കാര്യം പറഞ്ഞതാ. ആ സമയത്ത് സേതുലക്ഷ്മി പറയുന്നുണ്ട്, അതിനെന്താ മോള് പോയി കാണണം, പോയി കണ്ടിട്ട് വരൂ എന്നെല്ലാം പറയാൻ കേട്ടോ സേതുലക്ഷ്മി. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് സേതുലക്ഷ്മി. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, എനിക്ക് നിന്നെയും തരുണിനെയും മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഒട്ടും പിടികിട്ടാത്ത ഇതാ ഈ അമ്മയാ, എന്താ തരുണിൻ്റെ അമ്മ എന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അത് ഞാൻ എന്താണോ അത് തന്നെയാണ് അമ്മയും. എൻ്റെ കുഞ്ഞിൻ്റെ അഭയത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചതുപോലെ അവരുടെ മകൻ്റെ മനസ്സിന് വേണ്ടി അവരും ശ്രമിച്ചു. രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിച്ചൊരു നാടകം, അത് സ്നേഹമായിരുന്നോ സ്വാർത്ഥതയായിരുന്നോ എന്നെല്ലാം കാലം തെളിയിക്കും. അങ്ങനെ അവർ തമ്മിലൂടെ നിന്ന് സംസാരിക്കുകയാണ് ശ്രേയയും മേധയും. പിന്നീട് കാണിക്കുന്നത് മിഷൻ്റെ വീട്ടിലേക്ക് പോലീസ് സാബുവും ശ്രീകാന്തും എത്തുന്നതാണ്. മിഷൻ്റെ വണ്ടി ചെക്ക് ചെയ്യണമെന്നാണ് സാബു പറയുന്നത്. അതിൽ പലതരം പൊടികളുണ്ടല്ലോ, ഇതിലിപ്പോൾ ഏത് പൊടിയാണ് കടത്തുന്നതെന്നൊന്നും അറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അതിൽ തിരയണമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിക്രം എന്ത് സാറേ വീട്ടില്ല എന്ന് വെച്ചിട്ടാണല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതേടാ, നീ ഇന്നലെ നൈസായിട്ട് പോയില്ലേ, ഇന്ന് നീ കുടുങ്ങും. എന്നാൽ വിക്രം ആവട്ടെ ഒട്ടും വിട്ടുകൊടുത്തില്ല. നിങ്ങളത് പരിശോധിച്ചോളൂ, എന്നാൽ അതിനു മുമ്പ് എനിക്കും എൻ്റെ ചേട്ടനും കൂടെ നിങ്ങളെ പോലീസുകാരെയും പിന്നെ ആ വന്ന അവനില്ലേ അവനെയും പരിശോധിക്കണം. അത് കഴിഞ്ഞ് മതി ഈ വണ്ടി ചെക്ക് ചെയ്യൽ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ, അതിൽ വെച്ച് എൻ്റെ തലക്കിടാനും മതിയല്ലോ എന്നെല്ലാം വിക്രം പറയാൻ കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, അതിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകേണ്ടി വരും. എന്താണെന്നോ, ഇവനെ ഞാൻ കൊല്ലും, ഈ ശ്രീകാന്തിനെ. ഇതെല്ലാം കേട്ട് ശ്രീകാന്ത് ആകെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. പോലീസുകാരും അത് അവരെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പോലീസുമായി സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ ശ്രീകാന്ത് വണ്ടിയും എടുത്ത് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ സാബുവും അതുപോലെ ശ്രീകാന്തും എല്ലാം പോവുകയാണ്. ആ സമയം ഏട്ടൻ പേടിച്ചോ? എന്നാൽ ഇനി അധിക ദിവസമൊന്നും ഏട്ടന് പേടിക്കേണ്ടി വരില്ല. മാഷ് പറയാണ്, അവരിതും കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല, അറിയാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് തീരുന്നത്. അടുത്ത എപ്പിസോഡ്